അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ തജ്വീദുൽ ഖുർആനിൻ്റെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് ചോദ്യപേപ്പർ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഒന്ന് നഖ്ലിൻ ഖാവിയ എന്നതിലെ തെൻവീനിനെ, നഖ്ലിൻ ഖാവിയ എന്നതിലെ തെൻവീൻ, ഇവിടെ നഖ്ലിനുള്ള തെൻവീൻ ഉണ്ടല്ലോ, ശേഷം ഖാ ആണ് വന്നിട്ടുള്ളത്. ഖ എന്തിൻ്റെ അക്ഷരമെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇദ്ഹാറിൻ്റെ അക്ഷരമെന്ന് മനസ്സിലാക്കിയാൽ വേഗം മനസ്സിലാകും. ഏതാണത്? ഇദ്ഹാർ ചെയ്യണം എന്നാണ്. നഖ്ലിൻ ഖാവിയ, ഇദ്ഹാർ ചെയ്യണം. 2, ഖുർആൻ പാരായണം അവസാനിച്ചാൽ പറയണം. എന്താ പറയേണ്ടത്? സ്വദഖല്ലാഹുൽ അദീം. 3, നഅ്ബുദു എന്ന് ഓതിയാൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം. നഅ്ബുദു എന്ന് ഓതിയാൽ എത്ര പ്രതിഫലം ലഭിക്കും? ഒരർഫ് ഉച്ചരിച്ചാൽ 10 പ്രതിഫലം എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ എത്ര അക്ഷരമുണ്ട്? നഅ്ബുദു 4 അക്ഷരമുണ്ട്. അപ്പോൾ എത്ര കിട്ടും? 40 പ്രതിഫലം ലഭിക്കും. 4, ഷദ്ദോട് കൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ. ഷദ്ദോട് കൂടി വരുമ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. അതിനാണത് മീമിനെയും നൂനിനെയുമാണ്. 5, സാക്കിനായ നൂനിനെ ഇദ്ഹാർ ചെയ്ത് ഓതണം. സാക്കിനായ നൂനിനെ ഇദ്ഹാർ ചെയ്ത് ഓതണം. അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം ഇദ്ഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽ ഒന്ന് വന്ന് നോക്കിയാൽ മതി. അപ്പോൾ അതാ അവിടെ സാക്കിനായ നൂനിൻ്റെ ശേഷം ഹ ആണ് വന്നിട്ടുള്ളത്. ഹ ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ മിൻ ഹസനത്ത് എന്നുള്ളതാണ് ശരി. ഇനി 6, സാക്കിനായ നൂനിൻ്റെ ശേഷം വാവ് വന്നാൽ നൂനിൻ്റെ വിധി. സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നാൽ നൂനിൻ്റെ വിധി എന്താ? ആൻസർ ഇദ്ഗാമും ബിഗുന്ന. ഇദ്ഗാം ബിഗുന്നക്ക് 4 അക്ഷരങ്ങളാണ്, നൂന് വാവ് യാ മീം. അതുകൊണ്ട് ഇദ്ഗാമും ബിഗുന്ന. പിന്നെ 7, ഖുർആനിൽ നിന്ന് ആദ്യം അവതരിച്ച 5 ആയത്തുകളുള്ള സൂറത്ത്. അതേതാണ് ആ സൂറത്ത്? 5 ആയത്തുകളുള്ള സൂറത്ത് സൂറത്തുൽ അലഖാണ്. സൂറത്തുൽ അലഖ്. 8, ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെടാത്തവയാണ്. ഹൽക്കിൻ്റെ അക്ഷരങ്ങളിൽ പെടാത്ത ഏതോ ഒന്ന് ഇവിടെ ഉണ്ട്. ഏതാണ്? ജീമ് റാ എന്നുള്ളതാണ്. ഹംസ് ഹ ഐന് ഹ ഖൈന് ഖ, ഇതാണ് ഹൽക്കിൻ്റെ അക്ഷരം. എന്നാൽ ഇദ്ഹാറിൻ്റെ അക്ഷരം എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് ഹൽക്കിൻ്റെ അക്ഷരം എന്ന്. അപ്പോൾ ആ ഹൽക്കിൻ്റെ അക്ഷരത്തിൽ പെടാത്ത ജീമ് റാ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇദ്ഹാറിൻ്റെ 6 അക്ഷരങ്ങൾ പഠിക്കണം. ഹംസ് ഹ ഐന് ഹ ഖൈന് ഖ, അതിൻ്റെ പേര് തന്നെയാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങളെന്നും. ഇദ്ഗാം ബിഗുന്നക്ക് 4 അക്ഷരങ്ങൾ, നൂന് വാവ് യാ മീം. അതും കൃത്യമായിട്ട് കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. 9, ഖുർആൻ ഒരു തവണ മുഴുവൻ ഓതി പൂർത്തിയാക്കലാണ്. അതിന് പറയുന്ന പേരെന്താ? ആൻസർ ഖത്മ് എന്നാണ് അതിന് പറയുക. 10, സാക്കിനായ നൂനിനും തെൻവീനിനുമുള്ള വിധികൾ. സാക്കിനായ നൂനിനും തെൻവീനിനുമുള്ള എത്ര വിധികളുണ്ട്? ആൻസർ 5 വിധികളാണുള്ളത്. ഇനി അടുത്തത് ചേരുംപടി ചേർക്കുക എന്നതാണ്. 11, സാക്കിനായ നൂനിനെ ഇദ്ഹാർ ചെയ്തു. സാക്കിനായ നൂനിനെ ഇദ്ഹാർ ചെയ്തു. അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം ഇദ്ഹാറിൻ്റെ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നത് ഇവിടെ ഉണ്ടാകും. അത് കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻസർ സി ആണ്. മിൻ ഗിസ്ലിൻ. സാക്കിനായ നൂന് ശേഷം ഏതാ വന്നത്? ഗൈന് വന്നു. ഗൈന് ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. 12, തൻവീനിനെ ഇദ്ഹാർ ചെയ്തു. അപ്പോൾ തൻവീനിന് ശേഷം ഇദ്ഹാറിൻ്റെ അക്ഷരം വന്ന ഒരു ഉദാഹരണം അപ്പുറത്തുണ്ട്, നോക്കുക. ആൻസർ ഇ ആണ്. ഉസ്വത്തുൻ ഹസന. ഉസ്വത്തുൻ, ഇവിടെ ഹാത്ത ഇന് തൻവീൻ ലൊമ്മ വന്നു, ശേഷം ഹ വന്നു. അടുത്തെന്താ? ഷദ്ദുള്ള മീമിനെ ഗുന്നത്ത് ചെയ്തു. ഷദ്ദുള്ള മീമിനെ എന്ത് ചെയ്തു? ഗുന്നത്ത് ചെയ്തു. ആൻസർ എ. സുമ്മ യുമീതുക്കും. ഇവിടെ ഷദ്ദുള്ള മീം, രണ്ടാമത്തെ അക്ഷരം ഷദ്ദുള്ള മീമാണ്, അതിനെ ഗുന്നത്ത് ചെയ്തു ഓതണം. 14, സാക്കിനായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. സാക്കിനായ നൂനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. അപ്പോൾ സാക്കിനായ നൂനിന് ശേഷം എന്ത് വരണം? ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരം വരണം. അതേതാ? നൂന് വാവ് യാ മീം എന്നുള്ളതാണല്ലോ. അത് വന്ന ഒരു ഉദാഹരണം പുറത്തുണ്ടാകും. ആൻസർ ബി ആണ്. ഫമൻ യഅമൽ. കണ്ടോ? സാക്കിനായ നൂനിന് ശേഷം യാ വന്നു. ഇനി അടുത്ത് തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തു. തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ തൻവീനിന് ശേഷം എന്ത് ചെയ്യണം? ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരം വരണം. അതേതാ? ആൻസർ ഡി ആണ്. യൗമ ഇദിൻ നാളിറ. കണ്ടോ? തൻവീനിന് ശേഷം നൂന് വന്നു. അപ്പോൾ യൗമ ഇദിൻ നാളിറ. തൻവീൻ എന്ത് ചെയ്യണം? ഇദ്ഗാം ചെയ്യണം, ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഇതിലെന്ത് ചെയ്യണം? കുട്ടികൾക്ക് സാക്കിനായ നൂൻ എന്താണ്, തൻവീൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാകണം. എങ്കിലേ ഈ ചേരുംപടി ചേർക്കുന്നത് ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ നിയമങ്ങളും കുട്ടികൾക്ക് മനസ്സിലാക്കിയിരിക്കണം. ഇദ്ഹാറിൻ്റെ അക്ഷരങ്ങൾ, ഇദ്ഗാം ബിഗുന്നൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയെന്നുള്ളതും കുട്ടികൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എങ്കിലേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഇത് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ നോക്കുന്നത് വളരെ നല്ലതാണ്. അതിൽ നിന്നൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതെല്ലാം രൂപത്തിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന്.
ഇനി അടുത്ത് പൂരിപ്പിക്കുക 16. ഖുർആനിലേക്ക് ഡാഷ് പോലും പ്രതിഫലാർഹമാണ്. ഖുർആനിലേക്ക് നോക്കുന്നത് പോലും പ്രതിഫലാർഹമാണ്. 17. ഖുർആനിൽ ഡാഷ്യുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. ഖുർആനിൽ സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. 17. യൗമുൻ അസിർ എന്നതിൽ തൻവീനിനെ ഡാഷ് ചെയ്യണം. എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. കാരണം എന്താ? യൗമുൻ എന്ന ഈ മീമിനാണ് തൻവീൻ ലൊമ്മ അല്ലേ? തൻവീന് വന്നിട്ടുള്ള ശേഷം ഐനാണ് വന്നിട്ടുള്ള. ഐന് ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇൽഹാർ ചെയ്യണം. 19. കസീബം മഹീല എന്നതിൽ തൻവീനിനെ ഡാഷിൽ ഇദ്ഗാം ചെയ്യണം. ഏതിലാണ് ഇദ്ഗാം ചെയ്യേണ്ടത്? കസീബൻ എന്നതിൽ തൻവീനെ മീമിലാണ് ഇദ്ഗാം ചെയ്യണം. അപ്പോൾ മീമ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. മീമിൽ ഇദ്ഗാം ചെയ്യണം. ഒരക്ഷരത്തെ അതിന് ശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ്ദുള്ള അക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് എന്ത് പറയുക? ഇദ്ഗാം എന്ന് പറയുക നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അടുത്ത മിൻഹു എന്നതിലെ ഡാഷിനെ വെളിവാക്കി ഓതണം. മിൻഹു സാക്കിനായ നൂനിന് ശേഷം ഹാ വന്നാൽ ഇൽഹാറാണ്. അപ്പോൾ സാക്കിനായ നൂനിനെ, അപ്പോൾ മിൻഹു എന്നതിലെ നൂനിനെ വെളിവാക്കി ഓതണം. ഇനി അടുത്ത ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 21. സാക്കിനായ നൂനിന് ശേഷം വാവ് വന്നാലുള്ള നിയമം എന്ത്? സാക്കിനായ നൂനിന് ശേഷം വാവ്, അപ്പം എന്താ? ഇദ്ഗാം ബിഗുന്ന. ഇദ്ഗാമിൻ്റെ ബിഗുന്നൻ്റെ അക്ഷരം പഠിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാകും. 22. തൻവീനിന് ശേഷം ഖാ വന്നാലുള്ള നിയമം എന്ത്? തൻവീനിന് ശേഷം ഖാ എന്താ നിയമം വരിക? ഇൽഹാറാണ് വരിക. 23. അലൈഹിം എന്നതിൽ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം? അലൈഹിം ഇൽഹാറിൻ്റെ അക്ഷരം നമ്മൾ 6 പറഞ്ഞല്ലോ. ഹംസ്, ഹാ, ഐന്, ഹ, ഖൈന്, ഖാ. അതിന് പറയുന്ന പേരാണ് ഹൽക്കിൻ്റെ അക്ഷരങ്ങൾ. അപ്പോൾ ഇതിൽ ഏതൊക്കെയുണ്ട് നോക്കുക. ഏതൊക്കെയാണത്? ഐന്, ഹ എന്നീ 2 അക്ഷരങ്ങളാണ്. 24. ലത്തീഫുൻ ഖബീർ എന്നതിലെ തൻവീനിൻ്റെ വിധി എന്ത്? ലത്തീഫുൻ ഖബീർ തൻവീന് ശേഷം ഖാ വന്നു. ഖാ ഇൽഹാറിൻ്റെ അക്ഷരം. അപ്പോൾ ഏതാ വിധി? ഇൽഹാർ. 25. സാക്കിനായ നൂനിന് ശേഷം മീമ് വന്നാൽ നൂനിൻ്റെ വിധി എന്ത്? സാക്കിനായ നൂനിന് ശേഷം മീമ് വന്നാൽ നൂനിൻ്റെ വിധി എന്ത്? ആൻസർ ഇദ്ഗാമും ബിഗുന്ന. ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 26. ഖുർആൻ എന്നാൽ എന്ത്? ആൻസർ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ വചനങ്ങളാണ് ഖുർആൻ. ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണത്. 27. എന്തിനാണ് ഖുന്നത്ത് എന്ന് പറയുന്നത്? ആൻസർ തരിമോക്കിൽ നിന്ന് വരുന്ന രാഗത്തിനാണ് ഖുന്നത്ത് എന്ന് പറയുന്നത്. 28. ഖുർആൻ പാരായണത്തിൻ്റെ അദബുകളിൽ 2 എഴുതുക. ഒരുപാട് അദബുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, 2 എഴുതിയാൽ മതി. ഒലോ ഉണ്ടായിരിക്കുക, ഖിബിലയ്ക്ക് തിരിഞ്ഞിരിക്കുക. 29. സാക്കിനായ നൂനിൻ്റെയും തൻവീൻ്റെയും 5 നിയമങ്ങൾ ഏതെല്ലാം? ആ 5 നിയമങ്ങൾ എഴുതാനാണ്. ഇദ്ഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ലാബ്, ഇഖ്ഫാ. ഇനി 30. ഹലീമൻ ഹക്കീമ എന്നതിലെ തൻവീനിനെ വെളിവാക്കി ഓതണം. കാരണം അലീമൻ ഇവിടെ തൻവീൻ ഉണ്ടല്ലോ, തൻവീൻ ഫത്തഹ് ശേഷം വന്ന ഏതാ? ഹ ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കാരണം അപ്പോൾ തൻവീന് ശേഷം ഹ വന്നതുകൊണ്ട്, അതുകൊണ്ടാണ് ആ തൻവീനെ വെളിവാക്കി ഓതിയത്. 31. എന്താണ് തൻവീന്? ആൻസർ എഴുത്തിൽ ഇല്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീന്. 32. ഇദ്ഗാം എന്ന് പറയുന്നു എന്തിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്? ഒരക്ഷരത്തെ അതിനുശേഷമുള്ള അക്ഷരത്തിൽ ചേർത്ത് ഷദ്ദുള്ള അക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. ഇദ്ഗാം ബിഗുന്നയുടെ 1-ാമത്തെ പാഠത്തിൽ അവസാനത്തിൽ ഇത് പറയുന്നുണ്ട്. അവിടെ നോക്കിയാൽ അത് കാണാം. 33. മസലമ്മ എന്നതിലെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തു ഓതണം. കാരണം എന്ത്? മസലമ്മ എന്നതിലെ തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്തു ഓതാനുള്ള കാരണം എന്താ? തൻവീന് ശേഷം മീമ് വന്നതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് ഈ രൂപത്തിലാണ് 2025 തജ്വീദുൽ ഖുർആനിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ വന്നിട്ടുള്ളത്. അതിൻ്റെ മുൻ വർഷങ്ങളിലെയും ചോദ്യപേപ്പറുകൾ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കണം. പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. പ്രത്യേകം സാക്കിനായ നൂന് തൻവീന് എന്താണെന്നുള്ളത് കുട്ടികൾക്ക് മനസ്സിലാകണം. ഇദ്ഹാറിൻ്റെയും ഇദ്ഗാം ബിഗുന്നയുടെയും അക്ഷരങ്ങൾ കൃത്യമായിട്ട് കുട്ടികൾക്ക് മനസ്സിലായിരിക്കണം. എങ്കിലേ ചോദ്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.